നമ്മൾ തിയറി മുഴുവൻ ഡിസ്കസ് ചെയ്തു. പറഞ്ഞ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഡേറ്റ, അതിൽ നിന്നുള്ള കൺക്ലൂഷൻസ് ഡേറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്തത് കണ്ടത്. തിയറി മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കണ്ട ആക്ടിവിറ്റീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണാം. ഓരോന്നിലും പറഞ്ഞേക്കണേ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കണ്ടു നിർത്തിയത്. അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, ബൈഹാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് കാണുക. തിയറി പഠിച്ച ശേഷം ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വി ആർ മൂവിങ് മോർ ഡെപ്ത് ഓൺ ആക്ടിവിറ്റീസ്. നമുക്ക് നോക്കാം. ടേക്ക് 100 ml ഓഫ് ബീക്കർ, filled half the beaker with the water and make the level, mark the level of water. നമ്മളൊരു ബീക്കർ എടുത്തു, എന്ത് ചെയ്തു, വാട്ടർ എടുത്തു, അതിൻ്റെ ലെവല് മാർക്ക് ചെയ്തു. ഡിസോൾവ് സം സോൾട്ട് ഓർ ഷുഗർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലാസ് റോഡ്. കുറച്ച് ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യുക, നന്നായി ഇളക്കി നോക്കുക. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ കിടക്കുന്ന കാണാൻ പറ്റും, ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഡിസോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഒബ്സർവ് എനി ചേഞ്ചസ് ഇൻ ദ വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നന്നായി ഒബ്സർവ് ചെയ്യണം. വാട്ട് ഡു യു തിങ്ക് ഹാസ് ഹാപ്പൻ ടു ദ സോൾട്ട്? സോൾട്ടിന് എന്താ സംഭവിച്ചത്? വേർ ഡസ് ഇറ്റ് ഡിസപ്പിയർ? എവിടെ ഡിസപ്പിയർ ആയി? ഡസ് ദ ലെവൽ ഓഫ് വാട്ടർ ചേഞ്ചസ്? ഇങ്ങനെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിച്ചു വെച്ചേക്കണേ. അപ്പം നമ്മൾ ഇട്ടു വാട്ടർ ലെവൽ, വാട്ടർ ഒഴിച്ചു, ലെവൽ മാർക്ക് ചെയ്തു, സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ഇട്ടു, ഇളക്കി, നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്തു? ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒബ്സർവ് എനി ചേഞ്ചസ് ഇൻ ദ വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൽ ചേഞ്ചസ് ഉണ്ടോ എന്നാണ് ചോദ്യം. വാട്ടർ ലെവലിൽ ചേഞ്ചസ് ഒന്നും ഇല്ല, കാരണം നമ്മൾ ആഡ് ചെയ്ത്. രണ്ടാമത്തെ ചോദ്യത്തിൽ വാട്ട് ഡു യു തിങ്ക് ഹാസ് ഹാപ്പൻ ടു ദ സോൾട്ട്? ഇട്ട സോൾട്ടിന് എന്ത് സംഭവിച്ചു? ഇട്ട സോൾട്ട് ഡിസോൾവ് ചെയ്തു. സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു വലുതാണെങ്കിലും അത് കൺസിസ്റ്റ് ഓഫ് വളരെ 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 ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റഡ് ആയി. അതിലുണ്ടായിരുന്ന പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് അത് ഈ വാട്ടർ മോളിക്യൂളിന്റെ ഇടയിലുള്ള, വാട്ടറിന്റെ പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള ഫ്രീ സ്പേസിൽ, എല്ലായിടത്തും ഫ്രീ സ്പേസ് ഉണ്ടാവും, കാരണം ലിക്വിഡ് ആണ്, അതിൻ്റെ അകത്ത് ഫ്രീ സ്പേസ് ഉണ്ടാവും. ആ ഫ്രീ സ്പേസിൽ അവര് ഒക്കുപ്പൈഡ് ആയി. ദെൻ വേർ ഡസ് ഇറ്റ് ഡിസപ്പിയർ? എവിടെയാണ് ഇത് ഡിസപ്പിയർ ചെയ്ത്? ഇട്ടപ്പോൾ അടിയിൽ കിടന്നെങ്കിലും അത് ഗ്രാജുവൽ ആയിട്ട് ഇതിൽ ഡിസോൾവ് ആയി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾസ് ചെറുതായി മാറി. അത് ഈ ഫ്രീ സ്പേസിൽ കയറിയിരുന്നു. ഡസ് ദ വാട്ടർ ലെവൽ ചേഞ്ച്? വാട്ടർ ലെവലിൽ ചേഞ്ച് ഉണ്ടോന്ന്? ഇല്ല, ദർ ഇസ് നോ ചേഞ്ച്. ബിക്കോസ് ഇവിടെ വാട്ടർ ഇട്ടപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് ഇട്ടോ ഇളക്കി ഡിസോൾവ് ചെയ്തു. ഇട്ട സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ്ലി കൂടിയേക്കാം, പക്ഷെ അത് ഡിസോൾവ് ചെയ്തപ്പോൾ വീണ്ടും പഴയ ലെവലിലേക്ക് തന്നെ തിരിച്ചെത്തും. കാരണം ഇടുമ്പോൾ കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. മാറ്ററാണ്, സ്പേസ് വേണം ഒക്കുപ്പൈ ചെയ്യാൻ. അത് കഴിഞ്ഞ് പതിയെ പാർട്ടിക്കിൾസിന്റെ ഇടയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ വാട്ടർ ലെവലിലേക്ക് വന്നു. ഇതിന്റെ ഇടയിലാണ് ഇവർ ഒക്കുപ്പൈ ചെയ്യുന്നുള്ളത് ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. സോ ഇതാണ് ആക്ടിവിറ്റി 1 നമ്മൾ മനസ്സിലാക്കിയ തിയറിയെ ഒന്നുകൂടി റീ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റ. രണ്ടാമത്തേത് നമുക്ക് നോക്കാം. ടേക്ക് 2-3 crystals of potassium permanganate. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ KMnO4. ഡിസോൾവ് ദം ഇൻ 100 ml വാട്ടർ. 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ടേക്ക് 100 ml വാട്ടർ, ഇതിനകത്തേക്ക് KMnO4 ആഡ് ചെയ്യുക. KMnO4 ആഡ് ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ ആക്കി മാറ്റിയെടുക്കുക. ദെൻ അടുത്ത എന്താ പറഞ്ഞേക്കണേ നോക്കാം. ടേക്ക് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 10 ml ഓഫ് ദിസ് സൊല്യൂഷൻ. 10 ml നമ്മൾ എടുക്കുക, വീണ്ടും ആഡ് ചെയ്യുക. വേറെ എത്രയായിരിക്കാം? അപ്പോൾ 10 ml ഓഫ് ദിസ് സൊല്യൂഷൻ പുട്ട് ഇൻ ടു 90 ml ഓഫ് ക്ലിയർ വാട്ടർ. ക്ലിയർ വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. Take 10 ml of this solution and put into another 90 ml. ഇവിടുന്ന് 10 ml എടുക്കുക, വീണ്ടും എടുക്കുക. നോക്കിയേ, കളർ ഫെയ്ഡായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിക്ചറിൽ വൃത്തിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർലി എക്സ്പ്ലെയിൻ ദാറ്റ് ദ കളർ ഈസ് ഡിമിനിഷിങ്. Slowly, gradually color decreasing. That process is called a dilution. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എമൗണ്ട് കുറഞ്ഞു വരികയാണ്. 100 ml നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഇല്ല, അടുത്തതിൽ അത്ര ഇല്ല. കാരണം ഇതിൽ നിന്ന് 10 ml എടുത്തിട്ടാണ് 10 ml ഉള്ള പാർട്ടിക്കിളാണ് ഇപ്പൊ 100 ml കിടക്കണേ. വീണ്ടും 10 ml ഉള്ളതാണ് 100 ml കിടക്കണേ. അപ്പൊ പാർട്ടിക്കിളുടെ എണ്ണം കുറഞ്ഞു വരിക ചെയ്യണേ. പാർട്ടിക്കിളുടെ എമൗണ്ട് കുറഞ്ഞു വരിക ചെയ്യണേ വാട്ടറിലുള്ളത്. അതിന് പറയുന്ന പേരാണ് ഡൈല്യൂഷൻ. നോക്കൂ, another 90 ml to clear water. Keep diluting the solution. Take 5 to 8 times. Is the water still colored? അവസാനത്തിൽ കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും.
വളരെ ചെറിയ കളറായിട്ട് മാറും. അവസാനമൊക്കെ എത്തുമ്പോൾ പാർട്ടിക്കിളുടെ എണ്ണം കുറയും. അപ്പം അവസാനം കളറില്ലാണ്ടായിട്ട് മാറും. വളരെ കുറഞ്ഞു വരും, സ്ലൈറ്റ് ആയിട്ട് വരും. അപ്പൊ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒബ്സർവേഷൻസ്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 1.3. Put an unlit incense stick in a corner of your class. മുറിയുടെ ഒരു കോർണറിൽ ഒരു ചന്ദനത്തിരി വയ്ക്കുക. How close you have to go near to it and it so as to get the smell. എന്തുമാത്രം അടുത്ത് പോയാൽ നമുക്ക് അതിന്റെ സ്മെല്ല് കിട്ടും. Now light the incense stick. അതിനെ കത്തിച്ചു നോക്കുക. What happened? Do you get the smell sitting at a distance? റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നമ്മളൊരു ചന്ദനത്തിരി എടുത്തു, ഒരു മൂലയ്ക്ക് വച്ചിട്ട് അങ്ങനെ വെറുതെ വെച്ചിരുന്നാൽ നമുക്ക് അത്ര സ്മെല്ല് കിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യുക, കത്തിച്ച് നോക്കുക. കത്തിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ദൂരെ ഇരുന്നാൽ പോലും അതിന്റെ സ്മെല്ല് കിട്ടും. അതിനുള്ള കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഡിഫ്യൂഷൻ. അത് കത്തിച്ച് കഴിയുമ്പോൾ അത് ഗ്യാസ് ആയിട്ട് മാറും. കത്തിക്കുന്നതിന് മുമ്പ് അത് സോളിഡ് ആയിരുന്നു. കത്തിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് ഗ്യാസ് ഫേസിലേക്ക് മാറും. കത്തുമ്പോൾ ഗ്യാസിലേക്ക് മാറും. അതിൽ വോളറ്റൈൽ ആയിട്ടുള്ള വേപ്പറൈസ് ചെയ്യാൻ കഴിയുന്നവരെ വിളിക്കുന്ന പേരാണ് വോളറ്റൈൽ. വോളറ്റൈൽ കമ്പോണൻസ് വേപ്പറൈസ് ചെയ്യും. അവർ വേപ്പറൈസ് ചെയ്ത് നമ്മുടെ മൂക്കിന്റെ അടുത്തേക്ക് എത്തും. എയറിലൂടെ ഡിഫ്യൂസ് ചെയ്യും. സ്ലോ ആയിട്ട്, ഗ്രാജുവൽ ആയിട്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ആ സ്മെല്ല് കിട്ടും നമുക്ക്. അങ്ങനെ നമുക്ക് ദൂരെ ഇരുന്നാൽ പോലും ആ സ്മെല്ല് കിട്ടും. കുറച്ച് അകലെ ഇരുന്നാൽ പോലും. കത്തിച്ചില്ലെങ്കിൽ അത് അടുത്തിരുന്നാൽ മാത്രമേ അതിന്റെ സ്മെല്ല് കിട്ടുള്ളൂ. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 1.4. Take 2 glasses or beakers filled with the water. അതിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുക. Put a drop of blue or red ink. നീല അല്ലെങ്കിൽ റെഡ് ഇങ്ക് ഒഴിക്കുക. സ്ലോലി ആൻഡ് കെയർഫുള്ളി അലോങ് ദ സൈഡ്സ് ഓഫ് ദ ഫസ്റ്റ് ബീക്കർ. ഒരു ബീക്കറിന്റെ സൈഡിലൂടെ അടിക്കുക. ആൻഡ് ഹണി ഇൻ ടു ദ സെയിം വേ ഇൻ ദ സെക്കൻഡ് ബീക്കർ. ആദ്യത്തേല് നമ്മൾ ഇങ്ക് ആഡ് ചെയ്യുക. ഗ്രാജുവൽ ആയിട്ട് ചിരിച്ചു പിടിച്ച് സൈഡിലേക്ക് ആഡ് ചെയ്യുക. രണ്ടാമത്തേല് ഹണി ആഡ് ചെയ്യുക. ലീവ് ദം അൺഡിസ്റ്റർബ്ഡ് ഇൻ യുവർ ഹൗസ് ഓർ ദ കോർണർ ഓഫ് ദ ക്ലാസ്. വീടിന്റെ മൂലയ്ക്കോ ക്ലാസിന്റെ മൂലയ്ക്കോ വെച്ചേക്ക്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നിങ്ങൾ എന്തൊക്കെ കാണാൻ പറ്റും? ഇങ്ക് വളരെ പതുക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പതിയെ ഗ്രാജുവലായിട്ട് സ്പ്രെഡ് ചെയ്യും. ഹണി അത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യില്ല. കാരണം ഹണി കുറച്ചുകൂടെ വിസ്കസ് ആണ്. വിസ്കോസിറ്റി കൂടുതലാണ്. ഒഴിക്കുമ്പോൾ തന്നെ അറിയാം ഇങ്കിന് വിസ്കോസിറ്റി കുറവാണ്. ഫ്ലോ ചെയ്യാനുള്ള കഴിവിന്, ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്, അതൊക്കെയാണ് വിസ്കോസിറ്റി എന്ന് പറയുക. വിസ്കസ്. ഹണി ഹൈലി വിസ്കസ്. ഇങ്ക് അത്രയും വിസ്കസ് അല്ല. വിസ്കോസിറ്റി, ഫ്ലോ ചെയ്യാനുള്ള കഴിവ്. പെട്ടെന്ന് ഫ്ലോ ചെയ്യുന്നവർക്ക് വിസ്കോസിറ്റി കുറവാണ്. നന്നായി ഫ്ലോ ചെയ്യുന്നവർക്ക് വിസ്കോസിറ്റി കുറവാണ്. പതുക്കെ ഫ്ലോ ചെയ്യുന്നവർക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ രണ്ട് സാധനങ്ങളാണ്. ഒന്ന് കൂടിയ ഹണിയും കുറഞ്ഞ ഇങ്കുമാണ് എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും? പതിയെ ഇങ്ക് പതിയെ സ്പ്രെഡ് ചെയ്യും. നമുക്ക് കളറ് കാണാൻ പറ്റും. ഹണി അത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യില്ല. കുറച്ചുകൂടെ പതുക്കെയായിരിക്കും. വാട്ട് ഡു യു ഒബ്സർവ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആഡിങ് ദ ഡ്രോപ്സ് ഓഫ് ഹണി? ഹണി ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും കാണാൻ പറ്റുക? അത് പതിയെ എന്ത് ചെയ്യും? അടിയിലേക്ക് അവിടെ കിടക്കും. ഹൗ മെനി അവേഴ്സ് ഓർ ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ ദ കളർ ഓഫ് ഇങ്ക് ടു സ്പ്രെഡ് ഈവൻ ത്രൂ ഔട്ട് ദ വാട്ടർ? കുറച്ച് സമയം എടുത്തിട്ട് ഗ്രാജുവൽ ആയിട്ട് പതുക്കെ സ്പ്രെഡ് ചെയ്യുള്ളൂ. പക്ഷേ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 1.5. Drop a crystal of copper sulfate or potassium permanganate into a glass of hot water and another containing cold water. രണ്ട് കണ്ടെയ്നർ ആണ് എടുക്കാൻ പറയുന്നത്. ഒന്ന് ഹോട്ട് വാട്ടറിന്റെ കണ്ടെയ്നറിലേക്ക് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുക. മറ്റേത് കോൾഡിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് ഹോട്ടിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്, മറ്റേത് കോൾഡ് വാട്ടറിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. And do not stir the solutions. Solution എന്ത് ചെയ്യരുത്? stir ചെയ്യരുത്. Allow the crystal to settle on the bottom. ക്രിസ്റ്റൽ അടിയിൽ കിടക്കുക. What do you observe just above the solid crystals in the glass? ഈ തൊട്ട് മുകളിൽ എന്തായിരിക്കും കാണാൻ പറ്റുക? അത് പതിയെ ഗ്രാജുവൽ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കാണാൻ പറ്റും. പതിയെ സ്പ്രെഡ് ചെയ്ത് ഇതിനുള്ളിലേക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും. What happen as a time passes? സമയം ചെല്ലുന്തോറും എന്തായിരിക്കും കാണാൻ സാധിക്കുക? ഇതിങ്ങനെ പതിയെ സ്പ്രെഡ് ചെയ്ത് ദൂരേക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും. രണ്ടിലും കാണാൻ സാധിക്കും. Then what does
This suggests about the particles of solid and liquid. സോളിഡിനും ലിക്വിഡിനും, സോളിഡ് ആൻഡ് ലിക്വിഡ്, സോളിഡിലും ലിക്വിഡിലും എന്തായിരിക്കും കാണാൻ പറ്റുക? ഒരു സോളിഡിനെ ലിക്വിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചെയ്യും, പതിയെ പതിയെ സ്പ്രെഡ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. Does the rate of മിക്സിംഗ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഹൗ? എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചേ? ഹോട്ട് വാട്ടറിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഹോട്ട് വാട്ടറില് പാർട്ടിക്കിൾസിന്റെ ഹീറ്റ് ഉണ്ട്, കൈനറ്റിക് എനർജി കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടുതലുണ്ടാകും. ദേ ക്യാൻ മൂവ് ലിറ്റിൽ മോർ ഫാസ്റ്റർ ദാൻ കോൾഡ് വാട്ടർ. അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ഈ പറഞ്ഞ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കും. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. കത്തിക്കാതെ വച്ച ചന്ദനത്തിരിയില് അത്രയും പെട്ടെന്ന് സ്മെല്ല് വരില്ല, പതുക്കെ സ്മെല്ല് വരുള്ളൂ, അടുത്ത് പോയി സ്മെല്ല് ചെയ്താലേ കിട്ടുള്ളൂ. കത്തിച്ച് വെച്ചതിലാണെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കും. കാരണം അത് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്, വോളറ്റൈലായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് കിട്ടിയത്. ഇവിടെ അത് തന്നെയാണ്. ഹോട്ട് വാട്ടറിൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കും, കോൾഡ് വാട്ടറിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അടുത്ത, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ കണ്ടിന്യൂസ്ലി മൂവിങ്, ദാറ്റ് ഈസ് ദേ possess what we call the kinetic energy. പാർട്ടിക്കിൾസ് കീപ്പ് ഓൺ മൂവിങ് ആണ്. സോളിഡ് ആണെങ്കിൽ വളരെ കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യില്ല എന്ന് തന്നെ പറയാം. ലിക്വിഡിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഗ്യാസിനാണെങ്കിൽ നന്നായി മൂവ് ചെയ്യാൻ പറ്റും. Then as the temperature rises, the particles move much faster. ടെമ്പറേച്ചർ കൂടുന്തോറും അവർക്ക് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. നമ്മൾ ഈ കണ്ടുകഴിഞ്ഞ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും തമ്മിൽ പ്രപ്പോർഷണൽ ആണ്, റിലേറ്റീവ് ആണ്. ടെമ്പറേച്ചർ കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും. ദേ ക്യാൻ മൂവ് ലിറ്റിൽ മോർ ബെറ്റർ, ദേ ക്യാൻ മൂവ് ലിറ്റിൽ മോർ ഫാസ്റ്റർ as the temperature increases. ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുന്തോറും കൈനറ്റിക് എനർജി കുറയും. ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേറ്റഡ് ആണ്. അടുത്ത, in the above three activities we observe the particles of matter intermix its own with each other. They do so by getting into the spaces between the particles. This intermixing of particle in two different types of matter on is called diffusion. Diffusion എന്താന്നുള്ള ഡെഫിനിഷൻ ആണ്. Intermixing of particle of two different types of matter on their own is called diffusion. അവര് തനിയെ പതിയെ പതിയെ ഡിഫ്യൂസ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, ഇന്റർമിക്സ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. We also observe that on heating the diffusion become faster. ഹീറ്റ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് കൂടുന്നതായിട്ട് കണ്ടു. ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ ആയിട്ട് ഇന്റർമിക്സ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കണ്ട ഒബ്സർവേഷൻ. അടുത്തത് ആക്ടിവിറ്റി 1.6. പ്ലേ ദിസ് ഗെയിം ഇൻ ദ ഫീൽഡ്. Make 4 groups and forms human chains as suggested. ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, എന്തായിരിക്കാം, കുറച്ച് ഒരു ഗെയിം കളിക്കാനാണ് പറഞ്ഞേക്കണേ. The first group should hold each other back to back. ലോക്ക് ആംസ് ലോക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ലൈക്ക് ഈ ഡാൻസേഴ്സിന്റെ പടം കൊടുത്തേക്കണ പോലെ ലോക്ക് ചെയ്ത് പിടിക്കുക. അടുത്ത്, the second group should hold the, കുറച്ചുകൂടെ കാണിച്ചു തരാം. The second group should hold the hands to form human chain. കൈകൊണ്ട് വെറുതെ പിടിക്കുക. The third group forms a chain by touching each other with only their fingertips മാത്രം ടച്ച് ചെയ്ത് പിടിക്കുക. ഇത് 3 തരം സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നന്നായി ഹോൾഡ് ചെയ്തത് സോളിഡിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഹാൻഡ്സ് മാത്രം പിടിച്ചത് ലിക്വിഡുമായിട്ട് കമ്പയറബിൾ ആണ്. ഫിംഗർ ടിപ്സ് മാത്രം പിടിച്ചത് എന്താണ്, ഗ്യാസസിനോട് കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് സോളിഡ് എന്താ, ലിക്വിഡ് എന്താ, ഗ്യാസ് എന്താന്ന് മനസ്സിലാവും. സോളിഡില് നന്നായി ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. ലിക്വിഡിൽ വെറുതെ ഹോൾഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നൗ ദ ഫോർത്ത് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഷുഡ് റൺ around and they try to break the human chains. ഓരോരുത്തരും എന്ത് ചെയ്യുക, നാലാമത്തെ ഗ്രൂപ്പ് ഈ പറഞ്ഞ 3 സെറ്റുകളുടെ ഒക്കെ ആദ്യം നന്നായി ഹോൾഡ് ചെയ്തേക്കണു, ബാക്ക് ടു ബാക്ക് ഹോൾഡ് ചെയ്തേക്കണു. രണ്ടാമത്തെ ഹാൻഡ്സ് മാത്രം ബ്രേക്ക് ചെയ്തേക്കണു. മൂന്നാമത്തെ ഫിംഗർ മാത്രം ടച്ച് ചെയ്ത് നിൽക്കണു. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ ഓടി നടന്നതിന് പൊട്ടിക്കാൻ നോക്കുക. ഫിംഗർ മാത്രം പിടിച്ചതിന് പൊട്ടിക്കാൻ എളുപ്പമാണ്, ഗ്യാസസിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഹാൻഡ്സ് മാത്രം പിടിച്ചത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. അത്യാവശ്യം സ്ട്രോങ് ആയി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. ബാക്ക് ടു ബാക്ക് പിടിച്ചത് നമുക്ക് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. ഡാൻസേഴ്സിന്റെ കഥ കണ്ട പോലെ ഇങ്ങനെ പിടിച്ചേക്കണ ഒരിക്കലും നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ സോളിഡില് ഇങ്ങനെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വളരെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ലിക്വിഡിൽ കുറച്ചുകൂടെ വീക്കറാണ്, ഗ്യാസസിൽ വളരെ വീക്കറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ആക്ടിവിറ്റി 1.7, ടേക്ക് അയൺ നെയിൽ, ഇരുമ്പ് ആണി, a piece of chalk and a rubber band. Try breaking them by hammering. ചുറ്റിയ വെച്ച് ഇടിച്ചിടിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ബൈ കട്ടിങ് ഓർ സ്ട്രെച്ചിങ്. ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയൺ നെയിൽ അത്ര കാര്യമായി ബാധിക്കില്ല, ഒന്ന് ചളങ്ങായിരിക്കും ഇത്തിരിയൊക്കെ. ചോക്ക് പൊട്ടിപ്പോവും. റബ്ബർ ബാൻഡ് ഒന്ന് അനങ്ങും, അതിൻ്റെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ദെൻ കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെയിലിനെ കട്ട് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ചോക്ക് പീസിനെ കട്ട് ചെയ്യാൻ പറ്റും, റബ്ബർ ബാൻഡിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് ചെയ്യാൻ നോക്കിയാൽ റബ്ബർ ബാൻഡ് മാത്രം സ്ട്രെച്ച് ചെയ്യും, ബാക്കി ആരും സ്ട്രെച്ച് ഒന്നും ആവില്ല. In which of the above three substances do you think the particles are held together by greater force? ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെയുള്ളത്? നെയിൽസിലാണുള്ളത്. അതുകൊണ്ടാണ് അവരെ കട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല, ഹാമർ ചെയ്യുമ്പോൾ എളുപ്പമല്ല, സ്ട്രെച്ച് ചെയ്യാൻ എളുപ്പമല്ല. ചോക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും, ഹാമർ ചെയ്യാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ദെൻ റബ്ബർ ബാൻഡ് നോക്കുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പതിയെ ഇടിക്കുമ്പോൾ നിങ്ങളുടെ ഷേപ്പ് മാറി പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ളത് നെയിലാണ്. പിന്നീട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ചോക്കിലാണ്. ദെൻ റബ്ബർ ബാൻഡിലാണ്. റബ്ബർ ബാൻഡിലും ചോക്കിലുമാണ് കുറവ്. ദെൻ take some water in a container. Try to cut the surface of water with your fingers. വെള്ളം എടുക്കുക, വെള്ളത്തിനെ ഫിംഗർ വെച്ച് കട്ട് ചെയ്ത് നോക്കുക. വേർ യു ആർ ഏബിൾ ടു കട്ട് ദ സർഫസ് ഓഫ് വാട്ടർ. നിങ്ങൾക്ക് വാട്ടറിന്റെ സർഫസ് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കട്ട് ചെയ്യാൻ സാധിക്കും, ഉറപ്പായിട്ടും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് ദ സർഫസ് ഓഫ് വാട്ടർ റിമൈനിങ് ടുഗദർ? നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫിംഗർ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് അവർ സ്പ്രെഡ് ചെയ്ത് പോവും. ഒന്ന് അകലും, അതുകഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്യും? പിന്നെയും അടുക്കും, അകലും അടുക്കും. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവർ തമ്മിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നല്ല ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചത്. പക്ഷേ അത്ര സോളിഡിന് അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൈ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയത്. ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങനെ കൈ കടത്തി വിടാനായിട്ട് പറ്റില്ല. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കടത്തി വിടാനായിട്ട് പറ്റും എന്നുള്ളത് തിരിച്ചറിയാം. അടുത്ത് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, വിച്ച് ആർ ദ ഫോളോയിങ് ആർ മാറ്റർ? മാറ്റർ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? നമുക്ക് ആൻസറിലേക്ക് നോക്കാൻ ശ്രമിക്കാം. മാറ്റർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്ത് നോക്കാം. ചെയറിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട്. ഹാസ് ഡെഫിനിറ്റ് മാസ്, അതുകൊണ്ട് ഒരു മാറ്റർ ആണ്. എയറിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട്. എയർ ഒക്കുപ്പൈ ചെയ്യാണ്ട് പറ്റില്ല. നമുക്ക് തോന്നും എയറിന് സ്പേസ് വേണ്ട. ബലൂണിന്റെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞാണ്. 2 ബലൂൺ എയർ നിറയ്ക്കുക, ഊതി നിറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് പിടിക്കുക, ഒരെണ്ണം കുത്തി പൊട്ടിക്കുക. അപ്പോൾ മറ്റേ സൈഡ് താഴ്ന്നതായിട്ട് കാണാൻ പറ്റും. ദേ ഹാവ് മാസ്, ദേ നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. ബലൂണിന്റെ ഉള്ളിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ലവ് ഇറ്റ്സ് നോട്ട് എ മാറ്റർ, അല്ല. സ്മെൽ അല്ല, ആണോ? അല്ല. ഹേറ്റ് അല്ല. ആൽമോണ്ട് അതെ. അടുത്ത തോട്ട്, നോ നീഡ് ടു സ്പേസ് ടു ഒക്കുപ്പൈ ആൻഡ് ഹാസ് നോ മാസ്. കോൾഡ് തണുപ്പ്, നോ. ലെമൺ വാട്ടർ അതെ. സ്മെൽ ഓഫ് പെർഫ്യൂം അതൊന്നും നമുക്ക്. അപ്പോൾ ചെയർ അതെ, എയർ അതെ. പാർട്ടുകൾ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതെല്ലാം എന്താണ്? ഇറ്റ് ഈസ് മാസ് ഉള്ളതെല്ലാം എന്താണ്? മാറ്റർ ആണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തത്, give reason for the following observations. The smell of hot sizzling food reaches to several meters away. നല്ല ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നല്ല ഫുഡുള്ള, നല്ല സ്മെല്ലുള്ള ഫുഡൊക്കെ എന്തെങ്കിലും അടുക്കളയിൽ കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എത്തും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. Then അതാണ് പറയുന്നത്. ബട്ട് ടു ഗെറ്റ് ദ സ്മെൽ ഓഫ് കോൾഡ് ഫുഡ് you have to go close.
അത് തണുത്തിരിക്കുകയാണെങ്കിൽ, നല്ല ചൂടോടെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നല്ല സ്മെല്ല് ഫീൽ ചെയ്യും. അത് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ചാൽ ഒന്നും നമുക്ക് അത്രയും സ്മെല്ല് ഫീൽ ചെയ്യില്ല. കാരണം as a temperature increases, rate of diffusion increases. ടെമ്പറേച്ചർ കൂടുന്തോറും റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവരെ ഡിഫ്യൂസ് ചെയ്യുന്നത് വളരെ സ്ലോ ആണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂസ് ചെയ്യുന്ന റേറ്റ് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. Therefore the smell causing particle can move much faster than the cold one. ഹോട്ട് വണ്ണിന് നന്നായി ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് they can reach to meters and meters. ദൂരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് അവിടെ ഇരുന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വീട്ടിലിരുന്നാൽ മാത്രമല്ല അടുത്ത വീട്ടിലിരുന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ക്ലാസ്സിലിരുന്ന് മാത്രമല്ല അടുത്ത ക്ലാസ്സിലിരുന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയാം. A diver is able to cut through water into the swimming pool, which property of matter does it observe show. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കട്ട് ചെയ്യാൻ പറ്റും. വാട്ടറിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഫിംഗർ ഓടിച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ് ആക്ടിവിറ്റി നമ്മൾ കണ്ടാണ്. അതിനുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. Then diver is able to cut through the water in a swimming pool, which property അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി കുറവാണ്. സോളിഡിലേക്കാണ് നമ്മൾ വീണൊക്കെ ഇല്ലേ, നമ്മുടെ മേത്ത് വേദനിക്കുക അല്ലാണ്ട് അതിലെ കട്ട് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് സ്വിം ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിലാവുകൊണ്ടാണ് സ്വിം ചെയ്യാൻ പറ്റുന്നത്. ലിക്വിഡിൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിന് കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്വിം ചെയ്യാൻ പറ്റുന്നത്, മുമ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണത്. അപ്പോൾ അതിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നത്. സോളിഡിന് അത്രയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റില്ലായിരുന്നു. അതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ്, വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റുക. ദേ ഹാവ് ഡെഫിനറ്റ്, ചിലതിന് വോളിയം ഉണ്ടാവും, മാസ് ഉണ്ടാവും. മാറ്ററിന് എന്തുണ്ടാവും, മാസ് ഉണ്ടാവും. സോളിഡിന് എന്തായാലും ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാകും. ലിക്വിഡിന് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾസിന് മാറ്ററിന്റെ പാർട്ടിക്കിൾസിന് അട്രാക്ഷൻ ഉണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും പരസ്പരം. ഗ്യാസസിന് വളരെ വീക്കാണ്, സോളിഡിന് വളരെ കൂടുതലാണ്. They have kinetic energy ഉണ്ടാവും. സോളിഡിന് കൈനറ്റിക് എനർജി വളരെ കുറവാണ്, ഈവൻ സീറോ നമുക്ക് വളരെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ദെൻ ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ഈ നേരത്തെ കണ്ട പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ ആക്ടിവിറ്റി 1.9, സെലക്ട് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ്, എ പെൻ, എ ബുക്ക്, എ നീഡിൽ ആൻഡ് എ പീസ് ഓഫ് വുഡൻ സ്റ്റിക്ക്. ഒരു പേന എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, ഒരു നീഡിൽ സൂചി എടുക്കുക, പീസ് ഓഫ് വുഡൻ സ്റ്റിക്ക്, മരത്തിൻ്റെ ഒരു തടി എടുക്കുക. സ്കെച്ച് ദ ഷേപ്പ് ഓഫ് ദ എബോവ് ആർട്ടിക്കിൾസ് ഇൻ യുവർ നോട്ട്ബുക്ക് ബൈ മൂവിങ് എ പെൻസിൽ അറൗണ്ട് ദം. ഓരോന്നോരോന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് നോക്കുക, ഡ്രോ ചെയ്ത് നോക്കുക. ഡു ഓൾ ദീസ് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ്. എല്ലാവർക്കും ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലേ നോക്കൂ. നമുക്ക് എന്തായിരിക്കാം, ഒരു പെന്നിന് കൃത്യമായ ഷേപ്പ് ഉണ്ട്, ഒരു ബുക്കിന് കൃത്യമായ ഷേപ്പ് ഉണ്ട്. അത് മാറ്റാനൊന്നും പറ്റില്ല. വളയ്ക്കാനൊക്കെ പറ്റും, വളച്ചു കഴിഞ്ഞാലും വീണ്ടും തിരിച്ച് കുറച്ചു നേരം വെച്ചിരുന്നു കഴിഞ്ഞാൽ അതേ ഷേപ്പ് തന്നെയാണ് വരിക. ഈവൻ റബ്ബറിന് പോലും. ഡു ഓൾ ദീസ് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ്. ഷേപ്പ് ഉണ്ടോ? ഉണ്ട്. ഡിസ്റ്റിങ് ദ ബൗണ്ടറീസ് ആൻഡ് എ ഫിക്സഡ് വോളിയം. അവർക്കെല്ലാം ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. അവർക്ക് കുക്കപ്പ് ചെയ്യാൻ വേണ്ട വോളിയം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. അവർക്കെല്ലാം കൃത്യമായ ബൗണ്ടറി ഉണ്ട്. ഓരോന്നും വരച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി കാണാൻ പറ്റും. എത്ര പ്രാവശ്യം മാറ്റി മാറ്റി വരച്ചാലും ഒരേ ഷേപ്പിൽ തന്നെയാണ് കാണാൻ പറ്റുക. പലതും പല ഷേപ്പ് ആവില്ല. വാട്ട് ഹാപ്പൻ ഇഫ് ദേ ആർ ഹാമേർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചുറ്റിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ, പുൾഡ് ഓർ ഡ്രോപ്ഡ്, പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ, താഴേക്കിട്ടാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്ത് ചെയ്യാ, ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസിബിൾ അല്ല. അവർക്ക് ഷേപ്പ് മാറ്റാൻ പറ്റില്ല. പക്ഷേ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ വെച്ചാൽ ആ ഷേപ്പ് ആയിരിക്കും, വേറൊരു പാത്രത്തിൽ വെച്ചാൽ വേറൊരു ഷേപ്പ് ആയിരിക്കും. പാത്രം മാറുന്നതനുസരിച്ച് അവരുടെ ഷേപ്പ് മാറും. These are capable of diffusing into each other. അവരെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു സോളിഡും വേറൊരു സോളിഡും തമ്മിൽ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ട്രൈ കംപ്രസിങ് ദം ബൈ അപ്ലൈയിങ് ഫോഴ്സ്. ആർ യു ഏബിൾ ടു കംപ്രസ് ദം? ഒരിക്കലും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ഫോഴ്സ് കൊടുത്ത് നമുക്ക് ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റില്ല. അവരെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. വോളിയം ഫോഴ്സ് കൊടുത്ത് അവരെ ചെറുതാക്കാൻ പറ്റില്ല, വോളിയം കുറയ്ക്കാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ സോളിഡ്സിന്റെ കാര്യത്തിൽ പറ്റില്ല. വാട്ട് അബൌട്ട് എ റബ്ബർ ബാൻഡ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ബൈ സ്ട്രെച്ചിങ്. ഈസ് ഇറ്റ് എ സോളിഡ്? റബ്ബർ ബാൻഡിനെ വലിച്ചു നീട്ടിയാൽ അവരുടെ ഷേപ്പ് മാറുന്നുണ്ട്.
എന്ന് കരുതി അത് സോളിഡ് അല്ലേ? ആണ്. അവർ സോളിഡ് തന്നെയാ. റബ്ബർ ബാൻഡിനെ വലിച്ചാൽ, ഫോഴ്സ് കൊടുത്താൽ അവർ സ്ട്രെച്ച് ചെയ്യും. റബ്ബർ ആയതുകൊണ്ട് അവർക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതുകൊണ്ട്. പക്ഷെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഷേപ്പ് തന്നെയാവും. അവരുടെ ഷേപ്പ് തുടക്കത്തിലുള്ള അതേ ഷേപ്പ് തന്നെയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ മാറ്റാൻ കഴിയുമെങ്കിലും ഫോഴ്സ് ഇല്ലാണ്ടായാൽ വീണ്ടും പഴയ ഷേപ്പിൽ തന്നെ വരും. അവർക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അവർ മാറുന്നു. കാരണം അവർക്ക് ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവരും ഇലാസ്റ്റിക് അല്ല. ഇലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് മാറും. പക്ഷെ എല്ലായ്പ്പോഴും അതേ ഷേപ്പിലല്ല നിൽക്കുക. ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ, ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഫോഴ്സ് ഇല്ലാത്ത അവസ്ഥയിൽ പഴയ ഷേപ്പിൽ തന്നെയാണ്. ദേ ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ്. അടുത്ത, വാട്ട് അബൌട്ട് ദ ഷുഗർ ആൻഡ് സോൾട്ട്? വെൻ ദേ കെപ്റ്റ് ഇൻ ഡിഫറെന്റ് ജാർസ്, ദീസ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ ജാർ. ആർ ദേ സോളിഡ്? അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് ഷുഗർ ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവര് ഓരോന്ന് മാറി മാറി റീഅറേഞ്ച് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്, നമ്മൾ കാണുന്ന ഓരോരോ ചെറിയ ക്രിസ്റ്റൽസിന് ഷേപ്പ് ഒന്നും മാറുന്നില്ല. അവരുടെ ഷേപ്പ് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ദേ ഹാവ് ഡെഫിനറ്റ് ഷേപ്പ്. പക്ഷെ അവര് കുറെ എണ്ണം ഉള്ളത് കൊണ്ട് വേറെ കിടക്കണമുണ്ട്. നമ്മളൊരു പാത്രത്തിലാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ഷേപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഇൻഡിവിജ്വൽ ഷേപ്സ് റിമെയിൻ സെയിം. വാട്ട് അബൌട്ട് ദ സ്പോഞ്ച്? സ്പോഞ്ച് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഇറ്റ് എ സോളിഡ് ആൻഡ് അൺഎബിൾ ടു കംപ്രസ് ഇറ്റ്? സ്പോഞ്ചിന്റെ ഇടയിൽ വെക്കൻറ്റ് സ്പേസസ് ഉണ്ട്, അവിടെ എയർ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരെ എന്ത് ചെയ്യണേ, ഫോഴ്സ് കൊടുക്കുമ്പോൾ മാറ്റാൻ സാധിക്കുന്നത്. സ്പോഞ്ച് വിട്ട് കഴിഞ്ഞാൽ ആ എയർ വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ വരും. ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ, ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ തന്നെ തിരിച്ചു വരും. അപ്പൊ സ്പോഞ്ചും സോളിഡാണ്. അതിൻ്റെ ഇടയിലുള്ള എയർ ആണ് അതിന് കാരണം. നമുക്ക് ഫോഴ്സ് കൊടുത്ത് അതിനെ ചെറുതാക്കാൻ പറ്റുന്നത്. നോക്കൂ, കളക്ട് ദ ഫോളോയിങ്: വാട്ടർ, കുക്കിംഗ് ഓയിൽ, മിൽക്ക്, juice and a cold drink. Containers of different shapes. Put 50 ml mark on these containers using measuring cylinder from the laboratory. What happen if these liquids are spit into the floor? ഫ്ലോറിലേക്ക് ഒഴിച്ചാൽ, നിലത്തേക്ക് ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? Measure 50 ml of any one of liquid and transfer into different containers one by one. Thus the volume remains same. അവരുടെ എല്ലാം വോളിയം സെയിം ആയിരിക്കും. 50 ml എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും 50 ml തന്നെയായിരിക്കും. ഡസ് ദ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് റിമെയിൻ സെയിം? അല്ല, ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കണ്ടെയ്നറിന്റെ ഷേപ്പാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടെയ്നർ മാറ്റിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റീവ്ലി സോളിഡിന്റെ അത്രയും ഇല്ല. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഏത് കണ്ടെയ്നർ വെക്കണോ ആ ഷേപ്പിലായിരിക്കും കാണാൻ സാധിക്കുക. When you pour the liquid into one container to another, does it flow easily? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ വാട്ടർ നന്നായി ഫ്ലോ ചെയ്യും. കുക്കിംഗ് ഓയിൽ ഇത്തിരിയോടെ കുറവായിരിക്കും. മിൽക്ക് ഫ്ലോ ചെയ്യും. ഓരോന്നിനും വിസ്കോസിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വിസ്കോസിറ്റി കുറഞ്ഞത് നന്നായി ഫ്ലോ ചെയ്യും, വിസ്കോസിറ്റി കൂടിയത് കുറച്ചേ ഫ്ലോ ചെയ്യുള്ളൂ. ഫ്ലോ ചെയ്യാനുള്ള കഴിവിനാണ്, റിലേറ്റീവ് ടെൻഡൻസിക്കാണ് വിസ്കോസിറ്റി എന്ന് പറയുക. സോളിഡിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല, ലിക്വിഡിനും ഗ്യാസിനും ഫ്ലോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും. അടുത്ത എക്സ്പെരിമെന്റിലേക്ക് ആക്ടിവിറ്റി 1.11. ടേക്ക് 100 ml of syringes and close a nozzle by rubber cork as shown in figure. Remove the piston from the cork. ഇവിടെ റബ്ബർ കോർക്ക് വെച്ച് അടയ്ക്കുക. Then remove the piston from all syringes, leaving one syringe untouched. Fill water in the second and the pieces of chalk in the third. മൂന്നെണ്ണം എടുക്കുക. ആദ്യത്തേല് ഒന്നും വേണ്ട, രണ്ടാമത്തേല് വാട്ടർ, മൂന്നാമത്തേല് എന്ത് ചെയ്യുക? ചോക്ക്. ഇൻസേർട്ട് ദ പിസ്റ്റൺ ബാക്ക്. വീണ്ടും പിസ്റ്റൺ വെക്കുക ഓരോന്നും. You may apply some Vaseline into the pistons before inserting them. സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസലിൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. Into the syringes for the smooth movement. Now try to compress the content by pushing the piston into each syringe. സിറിഞ്ചിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. ഗ്യാസസ് ഉള്ളതിനെ നമുക്ക് നന്നായി പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്യാൻ പറ്റും. കാരണം ഗ്യാസസിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് വളരെ കുറവാണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ തമ്മിൽ കുറച്ചുകൂടെ നന്നായി അടുക്കുമ്പോൾ അവർ തമ്മിൽ ചേർന്നിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ വോളിയം കുറയ്ക്കാനായിട്ട് പറ്റും. ലിക്വിഡിന് അത്ര എളുപ്പമല്ല, ചെറിയ രീതിയിൽ പറ്റും. സോളിഡ്സിന് ഒട്ടും പറ്റില്ല.
സോളിഡ് ഒരു പാക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. നന്നായി ക്ലോസ് പാക്ക് ആയിക്കഴിഞ്ഞാൽ സോളിഡ് പാർട്ടിക്കിൾസിനെ ഒരിക്കലും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഇൻകംപ്രസിബിൾ എന്ന് മനസ്സിലാവും. കാരണം സോളിഡില് പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ ക്ലോസ്ലി പാക്ഡാണ്. ലിക്വിഡ്സിലാകുമ്പോൾ കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ട്, ഗ്യാസസിലാകുമ്പോൾ വളരെ നന്നായി പാക്ക് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സോളിഡിനെ, ലിക്വിഡിനെ, ഗ്യാസിനെ ഒന്ന് വലുതാക്കി സൂം ചെയ്ത് കാണിച്ചേക്കണാണിത്. അതിൻ്റെ ഇമേജസിനെ ചെറിയ പാർട്ടിനെ നമ്മൾ സൂം ചെയ്ത് കാണിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു ബലൂണാണ്, ഇതൊരു ബീക്കറിൽ വെള്ളം വെച്ചേക്കണാണ്, ഇതൊരു പ്ലേറ്റിൽ എന്തോ സോളിഡ് ആയിട്ടുള്ള സാധനം വെച്ചേക്കണം. അതിൻ്റെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തേക്കണം. പാർട്ടിക്കിൾസ് വളരെ ക്ലോസറാണ്, ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും, പക്ഷെ ക്ലോസ്ലി പാക്ഡ് ആണ്. അടുത്തതിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടാവും, അടുത്തതിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ: ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അയൺ എടുക്കുക, 1 കിലോ അയൺ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ പഞ്ഞി എടുക്കുക, രണ്ടിനും 1 കിലോയാണ്, മാസ് സെയിമാണ്. പക്ഷേ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിന് 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം റിലേറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ പഞ്ഞിക്കാണെങ്കിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമുണ്ട്. അതിൻ്റെ വോളിയം പഞ്ഞിക്ക് വളരെ കൂടുതലായിരിക്കും, അയണിന് വളരെ കുറവായിരിക്കും. അയണിന് ഡെൻസിറ്റി കൂടുതലാണ്, ചെറിയ വോളിയത്തിൽ കൂടുതൽ മാസ് ഇരിക്കാൻ പറ്റും, അതുകൊണ്ടാണ് അതിൻ്റെ വോളിയം കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേപോലുള്ള മറ്റൊരു സോളിഡ് ആയിട്ടുള്ള പഞ്ഞി, കോട്ടൺ, അതിന് ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ടാണ് കൂടുതൽ വോളിയത്തിൽ ഒക്കുപ്പ് ചെയ്യേണ്ടി തന്നെ. സോ ഡെൻസിറ്റി നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ ഫീല് അറിയാൻ പറ്റും. ഡെൻസിറ്റി കൂടിയത് അത് ചെറിയ വോളിയത്തിലായിരിക്കും. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡെൻസിറ്റി: എയർ, എക്സോസ്റ്റ് ഫ്രം ചിമ്മിനീസ്, ഹണി, വാട്ടർ, ചോക്ക്, കോട്ടൺ, അയൺ. ഡെൻസിറ്റി ഏറ്റവും കൂടിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അയൺ ആണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയത്. കാരണം സോളിഡ്സിന് പൊതുവെ ഡെൻസിറ്റി കൂടുതലാണ് ദാൻ ലിക്വിഡ്സ്, ദാൻ ഗ്യാസസ്. എയറിനകത്ത് പ്യുവർ എയർ ആയിരിക്കും. എക്സോസ്റ്റ് ഫ്രം ദ ചിമ്മിനീസ്, അതിനകത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും, കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും, കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഹണിയും വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറും ഹണിയും കമ്പയർ ചെയ്യുക, ഹണി ആയിരിക്കും കുറച്ചുകൂടെ ഡെൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുക, വാട്ടർ കുറച്ചുകൂടെ കുറവായിരിക്കും. ദെൻ അടുത്ത ചോക്ക് ഈസ് എന്തായിരിക്കാം? സോളിഡ് ആണ്. പിന്നെ കോട്ടൺ ഉണ്ട്, പിന്നെ അയൺ ഉണ്ട്. അയൺ ആണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡെൻസിറ്റിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ സോളിഡിന് ഏറ്റവും കൂടുതലാണ് ദാൻ ലിക്വിഡ്സ്, ദാൻ ഗ്യാസ്. ഓർഡറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും ചിന്തിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അടുത്ത, ടാബുലേറ്റ് ദ ഡിഫറൻസസ് ഇൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിയറിയിൽ പറഞ്ഞ കാര്യമാണ്. ഷേപ്പ്, വോളിയം, മാസ്, intermolecular force of attraction between the particle, intermolecular spacing, diffusion, compressibility, kinetic energy, density, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സെപ്ഷൻ പറഞ്ഞോട്ടെ. ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. എക്സെപ്ഷൻ ഉണ്ട് ഡെൻസിറ്റി നോക്കുമ്പോൾ. എന്നൊഴിച്ചാൽ പൊതുവേ നമുക്ക് ഈ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക? നേരത്തെ ഡെൻസിറ്റിയുടെ കഥ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ്. Then comment upon the following: rigidity, compressibility. Rigid ആണ്, solids are highly rigid. അവരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിജിഡ് ആണ്. solids are highly rigid. ലിക്വിഡിന് അത്രയും റിജിഡിറ്റി ഇല്ല, ഗ്യാസിന് ഒട്ടും തന്നെ റിജിഡിറ്റി ഇല്ല, റിജിഡ് ആ വേർഡ് തന്നെ ഉണ്ട്. ദെൻ compressibility, fluidity, filling of gas in a container, shape, kinetic energy, density. Comment upon the following. ഇതിലൊക്കെ കമന്റ് ചെയ്യാൻ. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിജിഡ് ആയിട്ട്, അതായത് ഷേപ്പ് മാറാതെ, റിജിഡ് ആയിട്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാറാതെ ഇരിക്കാനുള്ള കഴിവിനാണ് റിജിഡിറ്റി എന്ന് പറയുക. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയാതിരിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി. ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള വോളിയം കുറയും. ഗ്യാസസ് ഹൈലി കംപ്രസിബിൾ ആണ്, വോളിയം കുറയും. ലിക്വിഡ്സിന് കുറച്ചുകൂടെ ലെസ് കംപ്രസിബിലിറ്റിയാണ്. സോളിഡ്സിന് ഇൻകംപ്രസിബിൾ എന്ന് പറയാൻ പറ്റും, കാരണം അവരെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഷേപ്പ് മാറാതിരിക്കാനുള്ളത്, കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം മാറാതിരിക്കാനുള്ളത്. ഫ്ലൂയിഡിറ്റി, ഫ്ലോ ചെയ്യാനുള്ള കഴിവ്. ഫ്ലൂയിഡിറ്റി സോളിഡ്സിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല, ലിക്വിഡ്സിന് കുറച്ച് ഫ്ലോ ചെയ്യാൻ കഴിയും, ഗ്യാസസിന് നന്നായി ഫ്ലോ ചെയ്യാൻ കഴിയും. ഫില്ലിങ് എ ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ. ഒരു ഗ്യാസിനെ ഫില്ല് ചെയ്താൽ, ഒരു കണ്ടെയ്നർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കുറയും.
ഏത് കണ്ടെയ്നറിൽ വെച്ചാലും അതിൻ്റെ ഫുൾ ഹോൾ വോളിയത്തിൽ അവർ ഒക്കുപ്പൈ ചെയ്യും. കാരണം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. ഒരു കുറച്ച് ഗ്യാസ് എടുത്തു ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ, ഒരു റൂമിലേക്ക് വിട്ടാൽ ആ റൂമിൽ മുഴുവൻ അത് ഒക്കുപ്പൈ ചെയ്യും. എന്ത് വോളിയത്തിലാണോ, എന്ത് കണ്ടെയ്നറിലായിരിക്കണേ ആ വോളിയം ആയിരിക്കും. ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വേർ ഇറ്റ് ഓക്കുപ്പൈസ്, വേർ ഇറ്റ് പ്ലേസ്. നമ്മൾ എവിടെ വയ്ക്കണോ അത്രയും വോളിയം ഉണ്ടാവും. ദെൻ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സിന് ഷേപ്പ് ഉണ്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള. ലിക്വിഡിന് കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും. ഗ്യാസിന്റെ കാര്യത്തിൽ അത് പറയാനേ ഇല്ല. കൈനറ്റിക് എനർജി, ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകും, മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി എന്ന് പറയും. ഗ്യാസസിന് കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്, കാരണം ദേ ക്യാൻ മൂവ് മച്ച് ഫാസ്റ്റർ. വെലോസിറ്റി, മൂവ് ചെയ്യാനുള്ള സ്പീഡിന് പറയുന്ന പേരാണ് എന്ത് പേര് പറയാ, സ്പീഡിന് ഡയറക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് വെക്ടർ. ഇന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ദാറ്റ് ഈസ് വെലോസിറ്റി. പിന്നീട് ഹയർ ക്ലാസ്സസിൽ പഠിക്കണതാണ് വെക്ടർ. ഡയറക്ഷൻ കൂടി പറഞ്ഞാൽ അത് വെക്ടർ ആയിട്ട് മാറും, അപ്പോഴാണ് വെലോസിറ്റി എന്ന് പറയുക. ദെൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെലോസിറ്റി ഹാഫ് mv² എന്ന് പറയും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്നാണ് പറയുക കൈനറ്റിക് എനർജി. ഹയർ ക്ലാസ്സസിൽ പഠിക്കും, എന്നാലും പറയുക ഇത്. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഗ്യാസസിന് വളരെ കൂടുതലാണ്, കാരണം അവരുടെ വെലോസിറ്റി വളരെ കൂടുതലാണ്. അവർക്ക് നന്നായി മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മാസ് ബൈ വോളിയം. സോളിഡ്സിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്, ലിക്വിഡ്സിന് കുറവാണ്, ഗ്യാസസിന് അതിലും കുറവാണ്. Then give the reasons. A gas filled completely in the vessels in which it is kept, because the force of attraction is very less. Force of attraction ഇല്ല, അവർ തമ്മിൽ വളരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. ദേ ആർ ഈസിലി മൂവിങ്, ദേ ആർ ഇൻ റാൻഡം മോഷൻ, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഹോൾ വോളിയത്തിൽ അവർ ഒക്കുപ്പ ചെയ്യും. ഒരിക്കലും ഗ്രാവിറ്റിയുടെ കീഴിൽ അവിടെ സെറ്റിൽ ആകുന്നില്ല, അവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗ്യാസ് എക്സേർട്ട് എ പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഗ്യാസ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെന്ത് ചെയ്യും, കൊളൈഡ് ഈച്ചത് ആൻഡ് കൊളൈഡ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ആ കൊളീഷനാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, അവർ കൊളൈഡ് ചെയ്യുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയക്ക് പറയുന്ന പേരാണ് ഇത് പറയുക പ്രഷർ. പ്രഷർ ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അവർ കൊളൈഡ് ചെയ്യും, ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവിനിടയ്ക്ക് പരസ്പരം ഇടിക്കും, അവർ വാൾസിലും ഇടിക്കും. ആ കൊളീഷനാണ് ശരിക്കും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, പ്രഷറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ് പ്രഷർ. A wooden table should be called a solid. Of course, they have a definite mass, definite volume, definite shape. They are incompressible. They are rigid. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ all these are characters of എന്താണ് a solid. എല്ലാ ക്യാരക്ടേഴ്സും ആര് കാണിക്കും, സോളിഡിന്റെ എല്ലാ ക്യാരക്ടേഴ്സും വുഡൻ ടേബിൾ കാണിക്കും. So that's why it is a solid. We can easily move our hand in air, but same through the solid block would not. Block of wood we need to correct expert. നമുക്കിപ്പോൾ എയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡ് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വുഡൻ ബ്ലോക്കിലൂടെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അതിനെ കട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് എയറിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ അതേപോലെ സോളിഡിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്, അവരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കൈകൊണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ നന്നായി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് അവരെ ബ്രേക്ക് ചെയ്യാണ്ട് പറ്റില്ല, അവരെ അതിലൂടെ കൈ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഒന്നോടെ, we can easily move our hand in air, but to do the same through a solid block of wood we need a karate expert. സോളിഡിലൂടെ നമ്മൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിലൂടെ കൈ പാസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. കാരണം എയറിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, അത് ഗ്യാസ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ വളരെ കുറവാണ്. തിരിച്ച് ഒരു സോളിഡിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കരാട്ടെ എക്സ്പേർട്ട് പോലുള്ള മനുഷ്യന് മാത്രമേ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ കൈ അതിലൂടെ പാസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സാധാരണയായിട്ട് പറ്റില്ല. ലിക്വിഡ് ഈസ് ജനറലി ഹാവ് ലോവർ ഡെൻസിറ്റി ആസ് കമ്പയർഡ് ടു സോളിഡ്സ്, ബട്ട് യു മസ്റ്റ് ഹാവ് ഒബ്സർവ് ദാറ്റ് ഐസ് ഫ്ലോട്ട്സ് ഓവർ വാട്ടർ. ഫൈൻ വൈ? കാരണം സാധാരണഗതിയിൽ രണ്ട് തരം സോളിഡ്സാണ് ഉള്ളത്, ഒന്ന് എക്സ്പാൻഡിങ് സോളിഡ്സും രണ്ട് കംപ്രസിങ്. അങ്ങനെ രണ്ട് കാറ്റഗറി ഉള്ളത്. ഈ ഐസിന്റെ കഥയിലേക്ക് വരുമ്പോൾ തിരിച്ചാണ്. ഐസായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കുറയുക ചെയ്യുന്നത്, കാരണം മാസ് ബൈ വോളിയം എന്താ കുറയുക ചെയ്യുന്നത്.
ലിക്വിഡ് വാട്ടർ ഐസായിട്ട് മാറുമ്പോൾ ഡെൻസിറ്റി കുറയുക ചെയ്യുന്നത്, ഡെൻസിറ്റി ഡിക്രീസസ്. അതുകൊണ്ടാണ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലും ഐസിന് ഡെൻസിറ്റി കുറവുമാണ്. അതുകൊണ്ടാണ് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഐസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കാരണം ഐസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. ഡെൻസിറ്റി കുറഞ്ഞ സാധനം എപ്പോഴും മുകളിലാണ് കിടക്കുക. ഡെൻസിറ്റി കൂടിയ സാധനം ഇപ്പൊ വെള്ളത്തിലേക്ക് ഇരുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇരുമ്പിന് ഡെൻസിറ്റി കൂടുതലാണ്, അടിയിലേക്ക് പോകും. പക്ഷെ ഐസ് ഇട്ടാൽ ഐസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് പൊങ്ങിക്കിടക്കും. എയർ കണ്ടെയ്നിങ് ആയിട്ടുള്ള എയർ ഫില്ല് ചെയ്ത ട്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഡെൻസിറ്റി കുറഞ്ഞ സാധനം ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സാധാരണ ലിക്വിഡ്സിന് ഡെൻസിറ്റി കുറവും സോളിഡിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ ഐസിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം അവർ തമ്മിലുള്ള സ്പേസിങ് 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയത് വാട്ടറിന്. വാട്ടറിന്റെ പല ഫോംസ് ആണ്. വാട്ടർ 3 ഫോംസ് ഉള്ളത്. വാട്ടർ ഉണ്ട്, ഐസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഡെൻസിറ്റി ഏറ്റവും കൂടിയത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഏറ്റവും കൂടുതൽ കാണിക്കുക. അത് വാട്ടറിന്റെ സ്റ്റേറ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അതൊരു എക്സെപ്ഷൻ ആണ്. ദെൻ ടേക്ക് അബൌട്ട് 150 gram of ice in a beaker and suspend a laboratory thermometer so that its bulb is in contact with the ice as in the figure 1.6. എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക, ഒരു ബീക്കറിൽ എടുക്കുക, ഒരു തെർമോമീറ്റർ സസ്പെൻഡ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു താഴേന്ന് ഹീറ്റ് ചെയ്യുക, ഒരു ഗ്ലാസ് സ്റ്റീറർ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും തുടങ്ങുമ്പോൾ. ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. കാരണം ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഐസ് പതിയെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മെൽറ്റ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ മാറില്ല. കാരണം ഈ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഈ ഐസിന്റെ ടെമ്പറേച്ചർ കൂട്ടാനല്ല ഉപയോഗിക്കുക. ഐസിലെ പാർട്ടിക്കിൾസ് തമ്മിൽ, സോളിഡ് ആയതുകൊണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഹൈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഉപയോഗിക്കുക. അല്പം പോലും ഹീറ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല, ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല. സാധാരണഗതിയിൽ ഹീറ്റ് കൊടുത്താൽ അത് ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്ത് ചെയ്യും, ഐസിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയ്ക്കാൻ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവസാനത്തെ ഐസ് വാട്ടറായി മാറുന്ന വരെ എന്ത് സംഭവിക്കും, ഇവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനുപയോഗിക്കും, ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. 1 കിലോഗ്രാം ഐസിന് വാട്ടറാക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുക. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പ്രോസസ്. മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ അത് 1 ഗ്രാം എന്നും പഠിക്കും. യൂണിറ്റ് മാസ് എന്നേ ഉള്ളൂ, അതിന് 1 കിലോഗ്രാം ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. അതുകൊണ്ട് 1 കിലോഗ്രാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി പിന്നീട് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറായി മാറി. വാട്ടറിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, വാട്ടർ വേപ്പറായിട്ട് മാറാൻ തുടങ്ങും. ഇവാപ്പറേഷൻ നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. കാരണം അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയ്ക്കല്ല, അതിനെ എന്ത് ചെയ്യുക, അതിനെ ഫ്രീ ആക്കി വിടുക ചെയ്യണേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടി വരും. പിന്നെ ബോയിൽ ചെയ്യാൻ തുടങ്ങും, തിളയ്ക്കാൻ തുടങ്ങും. ബോയിൽ ചെയ്യുമ്പോൾ വീണ്ടും 100 ഡിഗ്രി സെൽഷ്യസ് ആവും. ഇവാപ്പറേഷൻ നടക്കുന്നത് സർഫസിൽ മാത്രമാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. ബോയിൽ ത്രൂ ഔട്ട് നടക്കും, ബൾക്കിലും നടക്കുന്ന പ്രോസസ്സാണ്. മെൽറ്റിങ്, ബോയിലിങ് ഇതെല്ലാം എന്തിൽ നടക്കണതാണ്, ബൾക്കിലും. എല്ലായിടത്തും നടക്കുന്ന പ്രോസസ്സാണ് ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഫുള്ള് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ തുടങ്ങും, ബോയിൽ ചെയ്യാൻ തുടങ്ങും, തിളയ്ക്കാൻ തുടങ്ങും. പിന്നെ ടെമ്പറേച്ചർ കൂട്ടി 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ബോയിൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ടെമ്പറേച്ചർ മാറില്ല. പിന്നെ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്ത് ചെയ്യും, വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. പിന്നെ നീ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ, മുഴുവൻ മാറിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് വെള്ളമില്ല, വാട്ടറില്ല. വാട്ടർ മുഴുവൻ വാട്ടർ വേപ്പറായിട്ട് മാറി. അപ്പോൾ 1 കിലോഗ്രാം വാട്ടറിനെ വാട്ടർ വേപ്പറാക്കി മാറ്റാൻ വേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ 1 കിലോഗ്രാം വാട്ടർ എടുത്താൽ 1 കിലോഗ്രാം വാട്ടറും ഐസും തമ്മിൽ കമ്പയർ ചെയ്താൽ, വാട്ടർ ഐസാക്കി മാറ്റാൻ എന്ത് കൊടുക്കണം, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കൊടുക്കണം. അപ്പൊ എനർജി കൂടുതലാണ് വാട്ടറിനാണ്, എനർജി കൂടുതൽ, ഹീറ്റ് കൂടുതൽ. എനർജി അഥവാ ഹീറ്റ് കൂടുതൽ ആർക്കാണ്, വാട്ടറിനാണ്. കാരണം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അത്രയും കൂടുതലാണ് പെർ കിലോഗ്രാമിന്, ഓരോ കിലോഗ്രാമിനും. ഐസിനപ്പോൾ എനർജി റിലേറ്റീവ്ലി കുറവാണ്. ഐസ് കുറച്ചുകൂടെ കൂളാക്കാനായിട്ട് ഉപയോഗിക്കാം.
ഇതിൽ രണ്ടിലും ഹീറ്റ് കണ്ടന്റ് 1 കിലോഗ്രാം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിനും ഒരേ ഹീറ്റ് കണ്ടന്റ് അല്ല. വാട്ടറിന് ലേറ്റന്റ് ഹീറ്റ് അത്രയും എനർജി കൂടുതലാണ്, ഐസിന് ലേറ്റന്റ് ഹീറ്റിന്റെ അത്രയും എനർജി കുറവാണ്. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, 100 ഡിഗ്രി സെൽഷ്യസിൽ 1 കിലോഗ്രാം വാട്ടർ എടുക്കുക, വാട്ടർ വേപ്പർ എടുക്കുക, രണ്ടിനും ഒരേ ഹീറ്റ് കണ്ടന്റ് അല്ല ഉള്ളത്. ഇതിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ അത്രയും കൂടുതലാണ് വാട്ടർ വേപ്പറിന്. അതുകൊണ്ട് ഇതുണ്ടാക്കുന്ന പൊള്ളൽ വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രസന്റ് ഇൻ വാട്ടർ വേപ്പർ കമ്പയർ ടു വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്നില്ല, ഏത് മാസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പൊള്ളലുണ്ടാക്കാൻ കൂടുതൽ ടെൻഡൻസി വാട്ടർ വേപ്പറിനാണ് ദാൻ വാട്ടർ. തണുപ്പിക്കാൻ നല്ലത് ഐസാണ് ദാൻ എന്തായിരിക്കാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക, കാരണം ലേറ്റന്റ് ഹീറ്റ് ആണ് അറിയേണ്ടത്. അടുത്ത ഓൺ ഇൻക്രീസിംഗ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് സോളിഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് വിത്ത് എ ഗ്രേറ്റർ സ്പീഡ്. The energy supplied to the heat overcome the force of attraction between the particle. The particles leave their fixed position and start moving more freely. A stage is reached when the solid melt and converted into liquid. ഇങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നത്. എന്താ സംഭവിക്കുന്നത്? ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് സോളിഡ്, സോളിഡിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ the kinetic energy of the particle increases. kinetic energy കൂട്ടാൻ ശ്രമിക്കും. Due to the increase in the kinetic energy, the particles start vibrating. അവരവിടെ മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും with a greater speed. The energy supplied to the heat by the heat overcomes the force of attraction between the particle. ആ വൈബ്രേഷൻ കൊണ്ട് കൂടുതൽ എനർജി കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഓവർകം ചെയ്യും. The particles leave their fixed position and start moving freely. കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ലിക്വിഡ് ആയിട്ട് മാറും. A stage is reached when the solid melt and is converted into liquid. The minimum temperature at which a solid melt become liquid at the atmospheric pressure. Atmospheric pressure എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ചുറ്റുപാടുള്ള പ്രഷർ 180 എന്നാണ് അതിന് പറയുക. ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് എന്തായിരിക്കാം, ഒരു ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ, ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ടും വേപ്പർ ആയിട്ട് മാറുമ്പോൾ ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ബോയിൽ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്, ആ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ മറ്റൊരു ഡെഫിനിഷൻ പഠിക്കും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പഠിക്കും. അത് പിന്നീട് പഠിച്ചോളും. ഇപ്പോൾ ജസ്റ്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ കണ്ടീഷനിൽ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പഠിച്ചാൽ മതി. ആ ഫിക്സഡ് ടെമ്പറേച്ചർ. അപ്പൊ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്താക്കി മാറ്റാൻ പറ്റും? ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. സോളിഡിനേക്കാൾ എനർജി ആർക്കുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിനുണ്ട്. ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആക്കി മാറ്റാൻ കഴിയും. ലിക്വിഡിനേക്കാൾ എനർജി ആർക്കുണ്ട്? ഗ്യാസിനുണ്ട്. ഗ്യാസിനെ കൂള് ചെയ്താൽ എന്താക്കി മാറ്റാൻ പറ്റും? ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. ഗ്യാസിനേക്കാൾ എനർജി കുറവാണ് ലിക്വിഡിന്. ലിക്വിഡിനേക്കാൾ എനർജി കുറവാണ് സോളിഡിന്. ലിക്വിഡിനെ കൂള് ചെയ്താലാണ് സോളിഡ് ആക്കി മാറ്റുക. അപ്പൊ എനർജി കൂടുന്ന ഓർഡറാണ്, എനർജി കുറയുന്ന ഓർഡറാണ്. കൈനറ്റിക് എനർജി കൂടുന്ന ഓർഡറാണ്, കൈനറ്റിക് എനർജി കുറയുന്ന ഓർഡറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് ആക്ടിവിറ്റി 1.13. ടേക്ക് സം കാംഫർ ഓർ അമോണിയം ക്ലോറൈഡ്. കാംഫർ, നാഫ്തലീൻ, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. അയഡിൻ, ബെൻസോയിക് ആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്താണ്? ഇറ്റ് ഈസ് സബ്ലൈമബിൾ ആണ്. സബ്ലൈമബിൾ എന്ന് പറഞ്ഞ പ്രോസസ്സ്, സബ്ലിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് കാണാൻ പോണത്. ടേക്ക് സം കാംഫർ ഓർ അമോണിയം ക്ലോറൈഡ്, ക്രഷ് ഇറ്റ് ആൻഡ് പുട്ട് ഇൻ ടു എ ചൈന ഡിഷ്. ഇങ്ങനെയുള്ള ചൈന ഡിഷ്, ലാബിൽ ഉപയോഗിക്കുന്ന ചെറിയ ഡിഷസിന് പറയുന്ന പേരാണ് ചൈന ഡിഷ് എന്ന് പറയുക. പച്ച മലയാളത്തിലേക്ക് കേൾക്കാൽ ചീനച്ചട്ടി. അപ്പോൾ ചൈന ഡിഷ്. ദെൻ പുട്ട് ആൻ ഇൻവേർട്ടഡ് ഫണൽ, ഒരു ഫണല് തിരിച്ചു വെക്കുക. സാധാരണ ഫണൽ ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ തിരിച്ചു വെക്കുക. ഇൻവേർട്ടഡ് ഫണൽ ഓവർ ദ ചൈന ഡിഷ്. പുട്ട് എ കോട്ടൺ പ്ലഗ്, കോട്ടൺ എന്ത് ചെയ്യുക? അടച്ചു വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പേഴ്സ് മുഴുവൻ പുറത്തേക്ക് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോട്ടൺ പ്ലഗ് വയ്ക്കണേ, ഷോൺ ഇൻ ദ ഫിഗർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഇട്ടേക്കുന്ന സോളിഡ് ആയിട്ടുള്ള കാംഫർ ആണെങ്കിലും അമോണിയം ക്ലോറൈഡ് ആണെങ്കിലും അയഡിൻ ആണെങ്കിലും മാതിരി സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? പതിയെ ഹീറ്റ് ചെയ്ത് അത് ഡയറക്റ്റ് സോളിഡ് ആയിട്ട് മാറും, ലിക്വിഡ് ആയിട്ട് മാറില്ല. ഡയറക്റ്റ് സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറും, ലിക്വിഡായി മാറില്ല.
ലിക്വിഡായി മാറാതെ ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അപ്പോൾ സബ്ലിമേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഇവിടെ ഇട്ടേക്കുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് കാംഫർ ആണെങ്കിലും നാഫ്തലിനാണെങ്കിലും അമോണിയം ക്ലോറൈഡ് ആണെങ്കിലും എന്താണെങ്കിലും അതെന്ത് ചെയ്യും? പതിയെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഇവിടെ ഹീറ്റ് ഉണ്ട്. മുകളിലേക്ക് ചെല്ലുന്തോറും ഹീറ്റ് ഇല്ല, കാരണം ഇവിടെ ഒന്നും നമ്മൾ ചൂടാക്കണില്ല. ചൂടാക്കണത് ഇവിടെയാണ്. ഇവിടെ ചെല്ലുമ്പോൾ ഈ സൈഡിലൊക്കെ തൊടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറവാ, തണുപ്പാ. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ തണുപ്പാ, അല്ലാതെ തണുപ്പ് എന്നല്ല മീനിങ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ തണുപ്പാ. അപ്പൊ ഇവിടെ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അത് വീണ്ടും എന്ത് ചെയ്യും? സോളിഡ് ആയിട്ട് മാറും, സോളിഡിഫൈ ചെയ്യും. എന്നിട്ട് ഇതിന്റെ വക്കത്തൊക്കെ പറ്റി പിടിക്കും. എന്നിട്ട് ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചുരണ്ടി സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഇത് ഈ സബ്ലൈമബിൾ അല്ലാത്ത എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റി മുഴുവൻ ഇവിടെ കിടക്കും. നമുക്കതിനെ പ്യൂരിഫൈ ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പല പ്രോസസ്സിനും നമുക്ക് ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിക്കാം. അപ്പോൾ സബ്ലിമേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിലൂടെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നുള്ളത് പറയുക. ദെൻ അടുത്ത് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് മാറ്റം ഉണ്ടാകും? നമ്മളിപ്പോൾ കുറേ പാർട്ടിക്കിൾ എടുത്തു, കുറേ ഗ്യാസ് പാർട്ടിക്കിൾസ് എടുത്തു. ലെറ്റ് ഇറ്റ് ബി കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് വിചാരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ അതേപോലത്തെ ഏതെങ്കിലും ഒരു ഗ്യാസിന് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ചുകൂടെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ എടുക്കുക, സിലിണ്ടർ എടുക്കുക, അതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുക, എന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പാർട്ടിക്കിൾസ് അകന്നിരുന്നത് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് ചെറുതാവും, അടുക്കും, തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, പാർട്ടിക്കിൾസ് തമ്മിൽ അടുക്കും. വീണ്ടും പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുക്കും. അങ്ങനെ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിലൂടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ടെമ്പറേച്ചറിന്റെ നേരെ റിവേഴ്സ് ആണ് പ്രഷറിന്റെ കഥ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുക ചെയ്യുക, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അതേപോലെ പ്രഷർ കൂട്ടുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുക ചെയ്യുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ പ്രഷർ കുറച്ചാൽ ഉറപ്പായിട്ടും, പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അകന്നകന്ന് പോകും. സോ ടെമ്പറേച്ചറും പ്രഷറും പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തിരിച്ചറിയുക. അടുത്ത, അപ്ലൈയിങ് പ്രഷർ ആൻഡ് റെഡ്യൂസിങ് ടെമ്പറേച്ചർ ക്യാൻ ലിക്വിഫൈ ഗ്യാസസ്. ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഹാവ് യു എവർ ഹേർഡ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഡ്രൈ ഐസ്? It is stored under high pressure. The solid carbon dioxide get converted directly into gaseous state on decreasing the pressure to 1 atm pressure, then without coming into the liquid phase. This is known as, that's why the reason solid carbon dioxide is known as dry ice. ഐസ് പോലെ വെളുത്തിട്ടാണ് എന്തായിരിക്കാം ലിക്വിഡായിട്ട് മാറാതെ, അതായത് ഐസ് ഡ്രൈ ചെയ്ത അവസ്ഥയിലിരിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഡ്രൈ ഐസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത, അപ്പൊ നമുക്ക് ഈ പ്രോസസ്സ്, നമുക്ക് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ സബ്ലിമേഷൻ എന്ന് പറയും. ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ഡെപ്പോസിഷൻ എന്ന് പറയും. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നതിന് സോളിഡിഫിക്കേഷൻ എന്ന് പറയും. സോളിഡ് ആയിട്ട് മാറുന്ന എല്ലാ പ്രോസസ്സിനും പൊതുവേ സോളിഡിഫിക്കേഷൻ എന്ന് പറയൂ കേട്ടോ. ദെൻ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിന് ഇവാപ്പറേഷൻ, വേപ്പറൈസേഷൻ എന്ന് പറയും. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് കണ്ടൻസേഷൻ എന്ന് പറയും. ഈ ഇന്റർ കൺവേർഷൻ്റെ വേർഡിങ്സ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത്, കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഇൻ ടു ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്തായിരിക്കാം നമുക്ക് നോക്കാം. 300 കെൽവിൻ. 300 കെൽവിൻ എന്ന് പറഞ്ഞത് 300 മൈനസ് 273. അപ്പോൾ അത്രയ്ക്കാം 27 ഡിഗ്രി സെൽഷ്യസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ. രണ്ടാമത്തേത് 573 കെൽവിൻ മൈനസ് 273. അപ്പോൾ അത്രയ്ക്കും കിട്ടുക 300 ഡിഗ്രി സെൽഷ്യസ്. 373 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും. വാട്ട് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 250 ഡിഗ്രി സെൽഷ്യസ്? 250 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കാം? ദാറ്റ് ഈസ് വാട്ടർ വേപ്പർ. 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടും ഉണ്ടാവും. 100 ഡിഗ്രി സെൽഷ്യസിൽ വേപ്പറായി മാറുന്നുണ്ടാവും, ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന കണ്ടീഷനാണ്. അവിടെ ലിക്വിഡ് ഉണ്ടാവും, വേപ്പറും ഉണ്ടാവും. വേപ്പേഴ്സ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചറാണ്. 100 ഡിഗ്രി സെൽഷ്യസിൽ കംപ്ലീറ്റ് ആയിട്ടും എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. ഫോർ എനി സബ്സ്റ്റൻസ് വൈ ഡസ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ, അതായത് മെൽറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല. കാരണം അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടല്ല ഉപയോഗിക്കുക. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ്
0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ട് മാറുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഐസിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ മാറാതെ നിൽക്കും. എല്ലാ ഫേസ് ട്രാൻസിഷന്റെ സമയത്തും ടെമ്പറേച്ചർ മാറാതെ നിൽക്കും. സജസ്റ്റ് എ മെത്തേഡ് ടു ലിക്വിഫൈഡ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അവർ നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറുന്നതനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയതിന് നമുക്ക് പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ പാർട്ടിക്കിൾസിനും പല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുക. ഓരോ കമ്പൗണ്ടിനും നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ അങ്ങനെയുള്ള പല ഗ്യാസസിനും, നോബിൾ ഗ്യാസസ്, അങ്ങനെ പലർക്കും പല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയതിനെ നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കുറയ്ക്കുക, പ്രഷർ കൂട്ടുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് മറ്റൊരു ആക്ടിവിറ്റി 1.4. ടേക്ക് 5 ml ഓഫ് വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് കീപ് നിയർ ടു ദ വിൻഡോ അണ്ടർ എ ഫാൻ. ഒരു 5 ml വെള്ളം എടുക്കുക, ഒരു വിൻഡോയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫാനിന്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കുക. ടേക്ക് 5 ml ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ ചൈന ഡിഷ് ആൻഡ് കീപ് നിയർ ടു ദ വിൻഡോ ഓർ അണ്ടർ ദ ഫാൻ. ടേക്ക് 5 ml ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ ചൈന ഡിഷ് and kept inside a cupboard or a shelf in your class. Record the room temperature. Record the time or days for the evaporation process in the above cases. Repeat the above 3 steps of activity in a rainy day and record your observations. What do you interfere about the difference effect of temperature, surface area, wind, velocity, speed on evaporation? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പഠിച്ച കാര്യമാണ്. അത് നമ്മൾ ഇങ്ങനെ ഒബ്സർവേഷൻ, അതായത് നമ്മൾ ആദ്യം എടുക്കുന്നത് എന്തായിരിക്കാം? ആദ്യം എടുക്കുന്നത് ഒരു 5 ml ഇൻ എ ചൈന ഡിഷ്, ആദ്യം എടുക്കേണ്ടത് ഒരു ടെസ്റ്റ് ട്യൂബിലാണ്. ടെസ്റ്റ് ട്യൂബിലും ചൈന ഡിഷിലും എടുത്തു കഴിഞ്ഞാൽ 5 ml ആണ് എടുക്കണേ. ഉറപ്പായിട്ടും ഇവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇതിൽ കൂടുതൽ ഇവാപറേഷൻ നടക്കും. ഇവിടെ സർഫസ് ഏരിയ കുറവാണ്, അപ്പോൾ ഇവാപറേഷൻ റേറ്റ് കുറവായിരിക്കും. ഇവിടെ ഇവാപറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഇനി വിൻഡോയുടെ അടുത്ത് വെക്കണോ? എന്ത് ചെയ്യണോ? നമ്മൾ അടച്ച ഒരു ഷെൽഫിന്റെ ഉള്ളിൽ വെക്കണം. വിൻഡോയുടെ അടുത്ത് വെക്കുമ്പോൾ വിൻഡ് ഉണ്ടാകും. വിൻഡോയുടെ അടുത്ത് അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിൽ വെക്കുമ്പോൾ ഉറപ്പായിട്ടും വിൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവാപറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഇനി അടുത്തത് മറ്റൊന്ന് പറഞ്ഞേക്കണത്, പിന്നെന്താ പറയണേ? ഒരു റെയിനി ഡേയിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഇവാപറേഷൻ്റെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ആസ് സർഫസ് ഏരിയ ഇൻക്രീസസ്, ഇവാപറേഷൻ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഇൻക്രീസസ്. ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപറേഷൻ ഡിക്രീസസ്. ഒരു സണ്ണി ഡേയിൽ ആണ് വെക്കണമെങ്കിൽ, വെയിലത്താണ് വെക്കണമെങ്കിൽ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, കൂടുതൽ ഇവാപറേഷൻ നടക്കും. അപ്പോൾ വാട്ട് ഈസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ? ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇവാപറേഷൻ്റെ റേറ്റ് ഇൻക്രീസസ്, സ്പീഡ് ഇൻക്രീസസ്. സർഫസ് ഏരിയ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപറേഷൻ ഇൻക്രീസസ്. വിൻഡ് സ്പീഡ് കൂടുന്തോറും ഇവാപറേഷൻ്റെ റേറ്റ് കൂടും. പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുന്തോറും ഇവാപറേഷൻ്റെ റേറ്റ് കുറയും എന്നുള്ളത് തിരിച്ചറിയാം. വൈ ഷുഡ് വി wear cotton clothes in summer? During summer we perspire more because of the mechanism of your body which keeps us cool. We know that during the evaporation the particles of surface of liquid gain energy from the surroundings or body surface and changes into vapor. This heat energy is equal to the latent heat of vaporization is absorbed from the body, leaving the body cool. Cotton, being a good absorber of water, help in absorbing the sweat and exposing to the atmosphere for easy evaporation. അതായത് ചൂടുകാലത്ത് നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് സ്വെറ്റ് ഉണ്ടാവും. ചൂടുകാലത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വെറ്റ് ഉണ്ടാവും. സ്വെറ്റിനെ എന്ത് ചെയ്യും? അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഇവാപ്പറേഷന് വേണ്ടിയിട്ട് ഹീറ്റിനെ ഉപയോഗിക്കും. അങ്ങനെ നമ്മുടെ ബോഡി കൂളായിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഏറ്റവും നന്നായി അബ്സോർബ് ചെയ്യാൻ നല്ലത് എന്താണ്? കോട്ടൺ ഡ്രസ്സാണ്. കോട്ടൺ ബീങ് എ ഗുഡ് അബ്സോർബർ ഓഫ് വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഓൺ ഹെൽപ്പിംഗ് ഇൻ ദ സ്വെറ്റ് ആൻഡ് എക്സ്പോസിംഗ് ടു ദ അറ്റ്മോസ്ഫിയർ ഫോർ ഈസി ഇവാപറേഷൻ. അങ്ങനെ കോട്ടൺ ആവുമ്പോൾ നന്നായി അബ്സോർബ് ചെയ്യും, ഇവാപറേഷൻ കൂടുതൽ നടക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് വാം ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് നല്ല രീതിയിൽ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അഥവാ കോട്ടൺ അല്ലാത്ത അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള അല്ലെങ്കിൽ അതേപോലത്തെ വൂൾസ് പോലുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയും ഇവാപറേഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അടുത്ത കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി കാണാം. വൈ ഡസ് എ ഡെസേർട്ട് കൂളർ
കൂൾ ബെറ്റർ ഓൺ എ ഹോട്ട് ഡ്രൈ ഡേ. ഹോട്ട് ആയിട്ടുള്ള ഡ്രൈ ഡേയിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്, അതാണ് കഥ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഹൗ ഡസ് ദ വാട്ടർ കെപ്റ്റ് ഇൻ എ എർത്തൻ പോട്ട്, അതായത് മണ്ണ് കൂജ പോലത്തെ മണ്ണ് പാത്രങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ബിക്കം കൂൾ ഡ്യൂറിങ് സമ്മർ. അതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിൽ പാത്രങ്ങളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ വെള്ളം കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ അത് കൂളായിട്ട് നിലനിൽക്കും. അല്ലാതെ അടച്ചു വെച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവാപ്പറേഷൻ, അവിടെ സർഫസ് ഏരിയ കൂടും, കൂടുതൽ എക്സ്പോസ് ചെയ്യും ഇവാപ്പറേഷൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്ങിലേക്ക്. അപ്പോൾ കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും, കൂടുതൽ കൂളായിട്ട് അത് നിലനിൽക്കും. Why does our palm feel cold when we put some acetone or petrol or a perfume on it? നമ്മുടെ കയ്യിൽ പെട്രോളോ പെർഫ്യൂമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. Why are we able to sip a hot tea or milk faster from a saucer rather than a cup? കപ്പിലാകുമ്പോൾ സർഫസ് ഏരിയ കുറവാണ്, അതുകൊണ്ട് ഇവാപ്പറേഷൻ കുറവാണ്. ഇവാപ്പറേഷൻ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് തണുക്കില്ല, കൂളാവില്ല. എന്തായിരിക്കും, സർഫസ് ഏരിയ കുറവാകുമ്പോൾ. സർഫസ് ഏരിയ കൂടിയതായിട്ടുള്ള സോസറിലാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് അത് തണുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കുടിക്കാനായിട്ട് പറ്റും. വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഷുഡ് ബി വിയർ ഇൻ സമ്മർ? ഇപ്പം കണ്ടു കഴിഞ്ഞുള്ളൂ. ഇൻ കോട്ടൺ ഡ്രസ്സസ് ആർ മച്ച് ബെറ്റർ ഇൻ സമ്മർ സീസൺ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നൗ നാലാമത്തെ, നമ്മൾ 3 സ്റ്റേറ്റുകളാണ് കണ്ടത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കണ്ടു. ഇനി അല്ലാതെ നമുക്ക് മറ്റൊന്നും കൂടി കാണാം. നൗ സയന്റിസ്റ്റ് ആർ ടോക്കിംഗ് അബൌട്ട് ദ 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 5 ഒന്നുമല്ല, ഇപ്പൊ അതിലും കൂടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ സമയത്തുള്ള ഇതാണ് 5 പറയുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, then finally 4th one plasma, then Bose-Einstein condensate. Plasma is a state consists of super energetic and super excited particles. These particles are in the form of ionized gases. The fluorescent tube or neon bulbs consist of എന്തായിരിക്കാം, plasma. Stars, then plasma is created in stars because of very high temperature. അത് ഓർത്ത് വയ്ക്കുക. Then at the Bose-Einstein condensate, ഐൻസ്റ്റീനും എസ് എൻ ബോസ്, ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഇന്ത്യൻ ഫിസിസിസ്റ്റ് സത്യേന്ദ്രനാഥ് ബോസ് ഹാസ് ഡൺ സം കാൽക്കുലേഷൻ ഓൺ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ 1920s. ആലോചിച്ച് നോക്കൂ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ്, 98 വർഷം കറക്റ്റ്. Building on his calculation, Albert Einstein predicted a new states of matter, Bose-Einstein condensate. In 2001, Eric A. Connell and Kettle and Cole received a Nobel Prize on achieving Bose-Einstein condensate. It's formed by cooling gases, extremely low density, but about 100,000 the density of normal air. This super low temperatures. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്, എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ്. ഇതൊക്കെയാണ്. ഇനി കുറച്ചധികം യൂണിറ്റുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള സം മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ്സ് ടു റിമെമ്പർ. ക്വാണ്ടിറ്റി, ടെമ്പറേച്ചറിന്റെ പൊതുവെയുള്ള യൂണിറ്റ് കെൽവിൻ, ക്യാപിറ്റൽ K കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലെങ്ത്, മീറ്റർ, M കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. മാസ്, കിലോഗ്രാം, kg കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ദെൻ വെയിറ്റ് അഥവാ ഫോഴ്സിനാണ് ന്യൂട്ടൺ, N റെപ്രസെന്റ് ചെയ്യുക. ദെൻ വോളിയത്തിന് ക്യൂബിക് മീറ്റർ ക്യൂബ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഡെൻസിറ്റി, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ, kg പെർ മീറ്റർ ക്യൂബ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. പ്രഷർ, പാസ്കൽ, PA കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമുക്ക് മേജറായിട്ട് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി എക്സ്പാൻഡഡ് വേർഷൻ ഓഫ് നമ്മുടെ തിയറിയുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം അടുത്ത സെഷനിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബൈ, ടേക്ക് കെയർ.